പ്രിയം നിറഞ്ഞവരെ, സഫർ മാസം അനുചിതമാണോ? അങ്ങനെ വല്ലത് ഇസ്ലാമിലുണ്ടോ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാം. ലാ അദ്വ വലാ തിയറത വലാ ഹാമത വലാ സഫർ. സഫറിനൊരു കുഴപ്പമില്ല. മറ്റുള്ള മാസങ്ങളെപ്പോലെ തന്നെയാണ് സഫർ. ആ സഫർ മാസത്തെ ഒരു അശുഭമാസമായി, ഒരു അപലക്ഷണമായി കൊണ്ട് ജാഹിലിയ്യ കാലഘട്ടത്തിൽ ആളുകൾ വിശ്വസിച്ചിരുന്നതിനെ ഇസ്ലാം തീർത്തും അത് തെറ്റാണെന്ന് പ്രസ്താവിക്കുകയാണ്. മുത്തുനബി നമ്മെ പഠിപ്പിക്കുകയാണ്. സഫറിൽ കുറ്റിയടിക്കാൻ പാടില്ല, അതുപോലെ തന്നെ പുതിയൊരു വീടിൻ്റെ ഉദ്ഘാടനം പാടില്ല, കല്യാണം പാടില്ല, നിക്കാഹ് പാടില്ല, പുതിയ കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങാൻ പാടില്ല, ബർക്കത്ത് കുറയും എന്നൊക്കെ പലരും പറയാറുണ്ട്. സഫർ മാസത്തിലെ നെഹ്സുള്ള ദിവസങ്ങളുണ്ട്, അത് മറ്റുള്ള മാസങ്ങളെപ്പോലെ തന്നെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നതിനപ്പുറത്തേക്ക് സഫർ മാസം ഒരു അശുഭ മാസമായി നമ്മൾ കണക്കാക്കുന്നത് ശരിയല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പുത്രിയാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായെ അലി റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുത്തത് ഈ സഫർ മാസത്തിലാണ്. മുത്തുനബി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹായെ കല്യാണം കഴിച്ചതും ഇതേ മാസത്തിലാണ്. ഖൈബർ യുദ്ധവും നടക്കുന്നത് ഈ സഫർ മാസത്തിലാണ്. ഇങ്ങനെ സഫർ മറ്റുള്ള മാസങ്ങളെപ്പോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഉചിതമാണെന്ന് മാത്രമല്ല, നന്മ മുടക്കുക എന്നത് ഒരു മാസത്തിലോ ഒരു സമയത്തിലോ ഉചിതമേ അല്ല എന്ന പണ്ഡിത നിലപാടുകൾ കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഅസ്സലാം ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.